ആ ബോളിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാട്ടാ. എനിക്ക് ആ ബോളിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാം. ഇതിങ്ങനെ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. റോട്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ കപ്പളങ്ങപ്പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ. കപ്പളങ്ങപ്പഴത്തിന് വില എഴുതിയണത് €3.69 കിലോന്. ഇഞ്ചി ഇരിക്കണണ്ട, ഇഞ്ചിക്ക് വില എഴുതിയണത് $4.80 കിലോന്. അത് 1 ഇഞ്ചികളാട്ടാ. നമ്മുടെ കപ്പ ഇരിക്കുന്നുണ്ട് കേട്ടോ. കപ്പയ്ക്ക് €2.23 കിലോയ്ക്ക് യൂറോട്ടാ. ഇവിടെ നിറച്ചു ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ. ഇതായത് ഇവിടുത്തെ ഒരു സെന്ററാണ്. ഇവിടെ എന്ത് പരിപാടി വരുമ്പോഴും ഇവിടെയാണ് നടത്തുക. പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇതിന്റെ സൗണ്ട് തീരെ കുറവായിരുന്നു. കടകളൊക്കെ ഉണ്ട്. ഇപ്പൊ സമയം 8 മണി കേട്ടാ. 8 മണി വൈകിട്ട് രാത്രി 8 മണിക്കുള്ള കാഴ്ചയാണ്. നമുക്ക് ആ ട്രീയുടെയും ഉള്ളിൽ കൂടെ കടന്നു പോകാനൊരു വഴിയുണ്ട് കേട്ടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കിടക്കാതെ ഇത് കാണാം. ഇവിടെ കടയിൽ വിൽക്കാൻ വെച്ചതാട്ടാ. കടയാണത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാം. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക. നമ്മളിപ്പോൾ ട്രീയുടെ ഉള്ളിലെത്തിയേ. അപ്പോൾ മുകളിലേക്ക് ഇവിടെ നിന്ന് നോക്കണത് തുമ്പ് വരെ കാണേ. നമുക്ക് അങ്ങോട്ട് കയറിക്കട്ടെ. വൈറ്റ് കളറാണ്ട, വേറെ ഇതൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കളറ് മാറി എല്ലാ വർഷവും വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കാറ്. ചിലപ്പോൾ അവർ ഒരേപോലെ തന്നെ ഇടാറുണ്ട്. പിന്നെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇവിടെ ഒരു നീല മരമുണ്ട്. നീലമരം എന്ന് വെച്ചാൽ ബൾബാട്ടാ. നീല ബൾബും കൊണ്ട് ഉണ്ടാക്കി വെച്ചു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ അവിടെ അത് കാണാൻ പോകട്ടെ. ഒലിവ് മരല്ലേ. കിണറുണ്ടാക്കി വെച്ചേണു.
പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാട്ടാ. രാജാക്കന്മാര് വരണത്, മാതാവും മത്സ്യപിതാവും ഇരിക്കണേ, ഉണ്ണീശ്വരനും അവിടെ കിടക്കണം. കേട്ടോ. ഒരു കിച്ചൺ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക വിൽക്കാനായിട്ട് കടയിൽ. അതുപോലെ തന്നെ ബാത്റൂം കണ്ടില്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അവർ വീട്ടിൽ വെച്ച് തരും. അതിനായിരിക്കാം. ഇപ്പറ വേറെ മോഡലുണ്ടേ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കടയാണ്, വിൽക്കാൻ വെച്ചാണ്. ഇതൊരു കബാബ് കടയാണ് കേട്ടോ. അപ്പം അവിടെ കബാബ് ഇന്ത്യ പിസ്സ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനായിട്ട് കയറാം. ഇവിടെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 രൂപയ്ക്ക് 2.80 യൂറോന് ഒരു കബാബും ഒരു കൊക്കക്കോളയും കിട്ടും. അപ്പം നമുക്ക് ചോദിച്ചൊക്കെ കയറി. ചിച്ചോ കയറിക്കോ, ചേട്ടാ കയറും, കയറാം. നമുക്ക് കയറാം. ഇവിടെ ഡെക്കറേഷനായിട്ട് ചൂല് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പുറം സൈഡിലും ചൂല് വെച്ചേക്കുക. അപ്പോൾ ആള് നമുക്ക് വേണ്ടി എടുക്കണതിന് അരിഞ്ഞോണ്ടിരിക്കട്ടാ കബാബ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് കാണാം അപ്പം ഉണ്ടാക്കണത് എങ്ങനെയാണ്. അതിൻ്റെ ചൂട് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പൊള്ളാണ്ട് നെറ്റിയൊക്കെ. അപ്പോൾ കബാബ് വയ്ക്കാനുള്ള ആ സാധനം റെഡിയായി. അതൊരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് അതിലേക്ക് ഇറച്ചി വെച്ച് അവിടെ നിന്ന് മറ്റേ ലെച്ചൂസും സാധനങ്ങളൊക്കെ ഇടുന്നത്, ടൊമാറ്റോ ഇടുന്നു, എന്ത് ചാറുകളൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചു. ഇനി അടുത്ത് ചേടയ്ക്കുള്ളത്. അത് ശരിക്കും ചിക്കൻ ഇതില്ല ചേട്ടായി. മറ്റേ ഇപ്പുറത്തെ ഏതാ ബീഫ് അല്ലേ. ചിക്കൻ ബംഗ്ലാദേശിലെ കടയല്ലേ, ബംഗ്ലാദേശിലെ. അപ്പം റെഡിയായിട്ടാ. അതൊരു ബംഗ്ലാദേശിലുള്ള കടയാണ് കേട്ടോ. നമുക്കതെടുത്ത് കഴിക്കും. ചേട്ടാ എടുത്തിട്ട് വാ, ഇവിടെ അപ്പോൾ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം.
വെള്ളം മറ്റേതുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഒരു കോളാണ് ചേട്ടായി ഒന്ന് വാങ്ങിക്കോ. ചേട്ടാ ഇപ്പോൾ കോള വാങ്ങിയിട്ട് വന്നിട്ടാ. ഇത് ചേട്ടാ കഴിച്ചിട്ട് അതിൻ്റെ രുചി പറയട്ടാ. എന്താ ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? ഇതിന് ശരിക്കും എത്ര രൂപയായിട്ടേ? 2 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എഴുതി വെച്ചത് കൂടുതലാണല്ലോ. ഒരെണ്ണത്തിന് 2 രൂപ. അപ്പോൾ ഒരെണ്ണത്തിന് 2 രൂപ, രൂപയല്ല 2 യൂറോ. അപ്പോൾ 2 എണ്ണത്തിന് കൂടി 4 യൂറോ. പിന്നെ കൊക്കക്കോളയ്ക്ക് എത്ര വാങ്ങിയൊരു 1 യൂറോ. അപ്പോൾ 5 യൂറോയ്ക്ക് നമുക്കിത് കിട്ടും കേട്ടോ ഇവിടെ കഴിക്കാനായിട്ട്. ഇവിടെ പാഴ്സലായിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. നേരത്തെ ഞങ്ങൾ വന്ന് കയറിയപ്പോഴും പാഴ്സലായിട്ട് വാങ്ങിക്കൊണ്ടുപോയേ. അപ്പോൾ ഇനി ഞാൻ തിന്ന് നോക്കട്ടെ. എൻ്റെ വീഡിയോ എടുക്കും തിന്നണത്. ശാന്ത വെച്ചാൽ കാണില്ല. വെച്ച് ശരിക്കും കുറേ ഇറച്ചിയിടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അതൊക്കെ തിന്നോണ്ട്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ സംഭവം വാങ്ങുമ്പോൾ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് മോൻ കിട്ടുന്നുണ്ടോ അതിൽ? കുഴപ്പമില്ലല്ലേ? അധികം സാധനങ്ങളൊന്നും ഇടാത്ത പോലെ തോന്നുന്നു. ഒരുപാട് കുറേ സാധനങ്ങളൊന്നും ഇല്ലാത്ത പോലെ അല്ലേ? കുഴപ്പമില്ല. 5 യൂറോന് വയററിയാണ്ട് ശരിക്കും. കൊക്കക്കോള ചേട്ടായി വാങ്ങിയത് ശരിക്കും 2 പേരും കൂടി വിളിക്കാണ്ട്. ഞാൻ കോള എന്തെങ്കിലും കുടിക്കാറില്ല. ചോറിൻ്റെ ചാറായി അടിഞ്ഞു. എൻ്റെ അടിഞ്ഞ് ചാറ് ഒഴിച്ചു വരുന്നുണ്ട്. കൊണ്ട് കുത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിന്ന് കഴിഞ്ഞു കേട്ടാ. അപ്പോൾ കാലിയായി ഞങ്ങളുടെ പാത്രം. ഇവിടെ കുറേ പാഴ്സലൊക്കെ പോണേന്നുണ്ട്. അവനെ പാക്ക് ചെയ്തിട്ടേക്കുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പോകാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ തീറ്റയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ രാത്രിക്ക് ഭക്ഷണം കഴിക്കില്ല. പിന്നെ ഉള്ളിവട ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. ഞാനിന്ന് ഉണ്ടാക്കിയായിരുന്നു. വെറുതെ ഒരു പരീക്ഷണം നടത്തിക്കുന്നത്. നല്ലതാണ്, കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതും കൂടി ഇനി ചെന്നിട്ട് കഴിക്കാൻ ചിലപ്പോൾ വയറുണ്ടാവില്ല. ചിലപ്പോൾ ഷിജോട്ടായി കഴിച്ചായിരിക്കും. അപ്പോൾ നമുക്കിനി വേറൊരു ഇതിൽ കാണാം. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും